ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എം പി ആയിട്ടുള്ള MK രാഘവൻ സാർ അവരുടെ ബഹുമാന്യപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള MP അഹമ്മദ് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA അതിനെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിൻസിപ്പൽ സാറുകളെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീഹരി അവരെയും സ്വാഗതം ചെയ്യുന്നു. കുന്നമ വൈസ് പ്രസിഡന്റ് വിനോദ് പടകിലോ, അതുപോലെ മെമ്പർമാർ, ഡോക്ടർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം. മീഡിയക്കാർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ സ്ഥാനത്തേക്ക് നമ്മുടെ MLA MA റസാഖ് കുമാർ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. പദ്ധതിയുടെ കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ള നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഈ കെട്ടിടം അങ്ങയുടെ CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി നമുക്കതിന് മുമ്പിൽ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സൈഡില് ഹാർട്ടിലേക്ക് മെഷീനില്ല, ഹാർട്ടിലേക്ക് മെഷീനില്ലാത്ത മരിച്ചു പോകും. ആ മരിച്ചു പോകുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഹാർട്ടിലേക്ക് മെഷീനും കൂടി നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് അത് ബഹുമാനപ്പെട്ട നമുക്ക് ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അതിനോടൊപ്പം ചേർക്കണം എന്നുകൂടി സാന്ദർഭിക ഞാൻ ആദരവോടുകൂടി പ്രിയപ്പെട്ട നമ്മുടെ ആരോഗ്യ ദേവസ്വം മന്ത്രി മുരളീധരൻ അവർക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുക. ഭക്ഷണം കൊണ്ട് ഞാൻ 1,40,000 അങ്ങനെയുള്ള ഒരാളുടെ നമ്മുടെ സംഘടന വെച്ചത് എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നു. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്താണ് ഇത് നിയന്ത്രിക്കുന്നത്. പഞ്ചായത്തിന്റെ കയ്യിലാണെങ്കിൽ ഇതിനുള്ള കാശ് കയ്യിലില്ല. ഇത് വിറ്റ് പോകാൻ എന്താണ് റീൽസുകളാണ്. അങ്ങനെ കഴിഞ്ഞ വളരെ ദോഷമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കാര്യമില്ല, നടത്താൻ വേണ്ടി കാര്യം. അങ്ങനെ മതിപ്പ് കണക്ക് വെച്ച് നോക്കിയാൽ 60 കോടിയാണെങ്കിൽ നമുക്കറിയാം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നറിയാം. സത്യം പറഞ്ഞാൽ മരുന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഏതാണ്ട് 2000 കടമുണ്ട്. സ്റ്റോക്കില്ലാത്ത മരുന്ന് ബഹറിൽ നിന്നാണ് 24 പറഞ്ഞല്ലോ. അവിടെ മന്ത്രിയുടെ പ്രയാസമുണ്ട്. അവിടെ ചാർജ് എടുത്ത് അന്ന് മുതൽ ഞാൻ പറയുന്നത് ഞങ്ങൾ വിനിയോഗിക്കും. ഇവിടെ
മുഹമ്മദ് സാഹിബ് ഇവിടെ വന്നതിന് ഈ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതാണ് MLA ഞാൻ പറയുന്നത് ആശുപത്രികളിൽ ഒന്നും നിയന്ത്രിക്കാനും കഴിയില്ല. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള റോളുണ്ട്. സാധാരണക്കാരൻ ചെല്ലുന്ന സർക്കാർ ആശുപത്രി. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് 100 രൂപ ഉൾപ്പെടുത്തി അവിടെ MRI സ്കാൻ ഏർപ്പെടുത്താനുണ്ട് 100 ദിവസത്തിലൂടെ. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രസക്തിയില്ല. അപ്പം എല്ലാം കൂടെ ഒന്നായിട്ട് വന്നുകൊണ്ട് അതിനാണെങ്കിൽ രണ്ട് വിളിക്കും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. അത് നമുക്ക് അന്ന് തീരുമാനിക്കാം. വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രം. ഇങ്ങനെയൊരു വിഷയത്തിന് MLA-യോടും MP-യോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും കെട്ടിടം വെച്ച് ഒരിക്കലും ഒരു നല്ല ആശുപത്രിയില്ല. ഈ ആശുപത്രി ഡിമോളിഷ് ചെയ്ത് പുതിയ ആശുപത്രി കെട്ടിടം വന്നാൽ മാത്രമേ പറയാൻ സാധിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അത് പ്രഖ്യാപിച്ചു. ഇവിടെ ഈ ഇതിന് ആവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പ്രിൻസിപ്പൽ പ്രഖ്യാപിച്ചു. അതിന് പ്രത്യേകം മന്ത്രിയെ ഈ അവസരം വിളിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 2-3 വർഷം എടുക്കുമായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ മന്ത്രിയിൽ മാത്രമല്ല തൊട്ട് എന്റെ ഇപ്പോൾ ഇരിക്കുന്ന സാഹിബ് വലിയ പ്രതീക്ഷയാണ്. കാരണം CSR ഫണ്ട് ഉപയോഗിക്കുന്ന ആളാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മനോഹരമായ കെട്ടിടവും അതെനിക്കൊണ്ടാകുന്നത് അവിടെ സ്ഥാപിക്കും. അയ്യോ അങ്ങോട്ടുള്ള അഭ്യർത്ഥിക്കാനുള്ള നമ്മുടെ എല്ലാവരും നിത്യം അങ്ങോട്ടുള്ള കാണുന്നതുകൊണ്ട് ഈ ഒരു മാസ്റ്റർ പ്ലാൻ ഒരുങ്ങി കഴിഞ്ഞാൽ അത് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ടിലേക്ക് മലബാർ ജില്ലയുടെ CSR ഫണ്ട് കൂടി നല്ല രീതിയിൽ നൽകി അത് പൂർത്തിയാക്കാൻ സഹായിക്കണം എന്നൊക്കെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കണം. എത്രയോ വർഷമായി ആർക്കുമൊന്നും ഞാൻ അവരുടെ ഏതായാലും ഒരു ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് സ്വന്തം നാട് കൂടിയായിരുന്നു. അതേ നേരത്തെ പറഞ്ഞ പോലെ നാടിന് കോഴിക്കോട് വരണം. ഇത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വാക്ക് അവസാനിപ്പിക്കാൻ CSR ഫണ്ടുണ്ട്. ഞങ്ങളുടെ ലാഭത്തിന് 5% ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണോ ഇന്ത്യ മൊത്തം ചെയ്യുന്നുണ്ട്. ഈ വർഷം 200 കോടി റുപ്യാണ് ഇന്ത്യയിൽ ഡൽഹി പ്രത്യേകിച്ച്. അത് മെയിനായിട്ട് ഗ്യാസ് അനുഭവിക്കുന്ന ആർക്ക് കൊടുക്കുന്നതാണ്. ഈ സ്കൂൾ പോകാത്ത കുട്ടികളുണ്ട്. മൈക്രോ ലേണിംഗ് സെന്റേഴ്സ് വളരെ പ്രയാസപ്പെട്ട നഗരങ്ങളിലാണ്. സത്യത്തിൽ ഇവിടെ നിന്ന് അത്തരമായി ഞാൻ UP, ബീഹാർ, ജാർഖണ്ഡ് ഒക്കെ പോയി നോക്കുന്നതാണ്. ഇവിടെ അതിദാരിദ്ര്യമൊന്നുമില്ല. വിശന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് പ്രയാസമുണ്ട്. ഒരു മരുന്ന് പോലും കഴിക്കാൻ ഇത്ര ബെറ്ററാണ്. അനുഗ്രഹീതരാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാരുള്ളതിന് വലിയ കാര്യമാണ്. ഒന്നിച്ച് വിളിച്ചാൽ എല്ലാം വരും. നിങ്ങളെല്ലാവരും 100 രൂപ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾ 1000 ഒരു കോമൺ ഫണ്ട് എല്ലാ ഭാഗത്തും ഒരുപാട് ഗൾഫുകാരൊക്കെ ഉള്ളതാണ്. ഏതായാലും നല്ല കാര്യം പ്രദേശത്തിന്റെ പുരോഗതി ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നതിന് വളരെ സന്തോഷമുണ്ട്. സന്തോഷങ്ങളാണ്, ഹാപ്പിനെസ് ആണ്. മരിച്ചു പിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യം നന്നായി ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. എല്ലാവരും ആശംസ നേരുകയാണ്.